രാജ്യത്തെ പാചകവാതക പ്രതിസന്ധി ലോക്സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാർ ജനങ്ങളെ ആശങ്കയിലേക്ക് തള്ളിവിട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പ്രസംഗം. എന്നാൽ രാജ്യത്ത് പെട്രോൾ ഡീസൽ പ്രതിസന്ധിയിലെന്നും ഗാർഹിക സിലിണ്ടറുകളുടെ വിതരണം നിലയ്ക്കില്ലെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശേഷം രാജ്യത്തുടലെടുത്ത ഇന്ധന പ്രതിസന്ധിയിൽ വ്യാപക പ്രതിഷേധമാണ് പ്രതിപക്ഷമുയർത്തുന്നത്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി വിഷയം ഉന്നയിച്ചു. ഇന്ത്യ-US വ്യാപാര കരാർ ഒപ്പിട്ടതിന് പിന്നാലെ രാജ്യത്ത് സർവ്വമേഖലയിലും പ്രതിസന്ധി ഉണ്ടായെന്നും അതിന്റെ ആരംഭമാണ് LPG പ്രതിസന്ധിയെന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. പ്രധാനമന്ത്രിയും പെട്രോളിയം മന്ത്രിയും എപ്സ്റ്റീൻ ഗ്യാങ്ങിൽ നിന്നും പുറത്തിറങ്ങി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും രാഹുൽ. The president of another nation to give us permission to buy Russian oil, to decide who our relationships are with. എന്നാൽ ഇന്ധന പ്രതിസന്ധി രാജ്യത്തില്ലെന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. പെട്രോളും ഡീസലും സുലഭമാണെന്നും ഗാർഹിക സിലിണ്ടറുകൾക്ക് പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ വ്യക്തമാക്കി. India has sufficient gas production and supply arrangements to sustain this position. In the last 5 days, LPG production has been increased by 28%. ഹോർമുസ് കടലിടുക്കിലൂടെ അസംസ്കൃത എണ്ണയുമായി സൗദിയിൽ നിന്ന് പുറപ്പെട്ട ലൈബീരിയൻ കപ്പൽ മുംബൈയിലെത്തി. സംഘർഷത്തിന് ശേഷം ഇതാദ്യമായാണ് കപ്പൽ ഇന്ത്യയിലേക്ക് എത്തുന്നത്. കൂടുതൽ കപ്പലുകൾ കടലിടുക്കിലൂടെ എത്താൻ ഇറാൻ അനുമതി നൽകിയെന്ന വാർത്ത തള്ളാതെയും കൊള്ളാതെയുമുള്ള പ്രതികരണമാണ് വിദേശകാര്യ മന്ത്രാലയം നടത്തിയത്. റിപ്പോർട്ടർ, ദില്ലി.